മുൻപാണ് നമ്മുടെ അയൽ രാജ്യമായ നേപ്പാളിൽ ജെൻസി പ്രക്ഷോഭം ഭരണകൂടത്തെ പിഴുതെറിഞ്ഞത്. യുവാക്കൾ, വിദ്യാർത്ഥികൾ, സ്കൂൾ കുട്ടികൾ എല്ലാവരും തെരുവിലിറങ്ങി. ലഡാക്കിൽ ഇന്ന് നമ്മൾ കാണുന്നത് ജെൻസി പ്രക്ഷോഭമാണോ? എന്താണ് പ്രക്ഷോഭകാരികളുടെ ആവശ്യം? സംസ്ഥാന പദവിയാണ് പ്രക്ഷോഭകാരികളുടെ ഡിമാൻഡ്. കോൺഗ്രസ് ഗൂഢാലോചനയെന്നാണ് കേന്ദ്രം ഭരിക്കുന്ന BJP പറയുന്നത്. സംസ്ഥാന പദവിയും സ്വയം ഭരണവും. ഭരണഘടനയുടെ 370 വകുപ്പ് റദ്ദാക്കി 2019 ജമ്മു കശ്മീരിനെ രണ്ടായി വിഭജിക്കുന്നത്. ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമായി. ലേ, കാർഗിൽ ഈ 2 ജില്ലകൾ ഉൾപ്പെടുന്ന ലഡാക്കിൽ പക്ഷേ നിയമസഭയില്ല. ഉള്ളത് 2 ജില്ലാ കൗൺസിലുകളാണ്. ഭരണം കേന്ദ്രം നിയോഗിച്ച ലഫ്റ്റനന്റ് ഗവർണർക്കായിരിക്കും. ലേ ജില്ലയിൽ ഭൂരിപക്ഷം ബുദ്ധമത വിശ്വാസികളാണ്. കാർഗിലാകട്ടെ മുസ്ലിമുകളും. ലേ പ്രതിനിധീകരിക്കുന്നത് ലഡാക്ക് എപെക്സ് ബോഡിയാണ്, LAB. കാർഗിലിനെ പ്രതിനിധീകരിക്കുന്നത് കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും, KDA. എന്താണ് ഇവരുടെ ആവശ്യം? ലഡാക്കിന് സ്വയം ഭരണവും സംസ്ഥാന പദവിയും. കേന്ദ്ര സർക്കാരുമായി കഴിഞ്ഞ 2 വർഷമായി ചർച്ചയിലാണ്. സംസ്ഥാന പദവിയിൽ കേന്ദ്രം അനുകൂലമാണ്. പ്രശ്നം ഭരണഘടനയുടെ ഈ 6ാം വകുപ്പാണ്. എന്താണ് ഈ 6ാം വകുപ്പ്? സംസ്ഥാന പദവി മാത്രമല്ല പ്രക്ഷോഭകാരികളുടെ ആവശ്യം. ഭരണഘടനയിലെ 6ാം വകുപ്പ് ലഡാക്കിനും ബാധകമാക്കണമെന്നതും അവരുടെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. നോക്കൂ, 4 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, അസം, മേഘാലയ, ത്രിപുര, മിസോറാം. ഈ സംസ്ഥാനങ്ങളിലെ ഗോത്ര വിഭാഗങ്ങളുടെ ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ 6ാം വകുപ്പ്. എളുപ്പത്തിൽ പറഞ്ഞാൽ ഭരണ നിർവഹണത്തിൽ ഗോത്ര വിഭാഗങ്ങളുടെ ആവശ്യങ്ങൾ, അവരുടെ ആചാരങ്ങൾ എല്ലാം പരിഗണിക്കും. സ്വയംഭരണ ജില്ലാ കൗൺസിലുകൾ വഴി ഭൂമി, വനം, തദ്ദേശ ഭരണം ഇവയിലൊക്കെ നിയമങ്ങൾ നിർമ്മിക്കാൻ ഗോത്ര വിഭാഗങ്ങളെ അനുവദിക്കുന്നു. ഗോത്ര സ്വത്തും അതോടൊപ്പം തന്നെ അവരുടെ ദുർബലമായ ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കാൻ കഴിയും. ഇവിടെയാണ് കേന്ദ്രം ഇടഞ്ഞു നിൽക്കുന്നത്. ഇത് പെട്ടെന്നുണ്ടായ ഒരു പ്രക്ഷോഭമാണോ? അല്ല. 2023 മുതൽ കേന്ദ്രവുമായി ചർച്ചകൾ നടക്കുന്നു. ചർച്ചകൾ ഇങ്ങനെ നീണ്ടു പോകുന്നതിൽ വലിയ അമർഷം ലഡാക്ക് എപെക്സ് ബോഡി പലതവണ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ മാസം 10-ന് പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക് നിരാഹാര സമരം തുടങ്ങി. സമരമിരുന്നവരുടെ ആരോഗ്യം വഷളാകുന്നു. അസ്വസ്ഥരായ യുവാക്കൾ തെരുവിലിറങ്ങി. സംഘർഷം. BJP ഓഫീസിന് തീയിട്ടു. നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്നു. കോൺഗ്രസ് ഗൂഢാലോചനയെന്നാണ് BJP പറയുന്നത്. ഇനി എന്ത് എന്ന് പറയുന്നതിന് മുൻപ് നമുക്ക് ആരാണ് സോനം വാങ്ചുക് എന്നുകൂടി പറയേണ്ടതുണ്ട്. നിങ്ങളിൽ പലരും ആമിർ ഖാന്റെ ഏറ്റവും ഹിറ്റായ ചിത്രം 3 Idiots കണ്ടു കാണും. അതിൽ ആമിർ ഖാനെ കഥാപാത്രമായ റാൻജോയ്ക്ക് പ്രചോദനമായത് വാങ്ചുക്കാണ്. ഏഷ്യയിലെ വലിയ ബഹുമതിയായ രമൺ മാഗ്സസെ പുരസ്കാര ജേതാവാണ്. ലഡാക്കിലെ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താനുള്ള പരിശ്രമങ്ങളാണ് വാങ്ചുക്കിനെ ലഡാക്കിന്റെ നായകനാക്കിയത്. ये जो जेनजी आज बाहर निकले, उनको हमने कभी शक्ल तक नहीं देखा था. आज तक लद्दाख के लोगों की शिकायत थी कि ये जो युवा पीढ़ी है वो तो कभी अनशन में आते नहीं हैं, उन्हें तो शायद फिक्र ही नहीं है, बड़े बूढ़े ही आते हैं. तो सब यही कहा करते थे कि ये युवा पीढ़ी खुद मतलबी हैं, वो कभी अनशन में बैठने के लिए नहीं आते हैं. ഇനി നമുക്ക് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ എന്തു പറയുന്നു എന്ന് നോക്കാം. ഒക്ടോബർ 6-ന് ചർച്ച പറഞ്ഞിരുന്നതാണെന്നാണ് കേന്ദ്രം പറയുന്നത്. അതുമാത്രം പറഞ്ഞാൽ മതിയോ? കേന്ദ്രത്തിന്റെ കണ്ണിൽ കുറ്റക്കാരൻ സോനം വാങ്ചുക്കാണ്. വാങ്ചുക്കിന്റെ പ്രകോപനപരമായ പ്രസംഗമാണ് ആൾക്കൂട്ടം അക്രമാസക്തരാകാൻ കാരണമെന്ന് കേന്ദ്രം പറയുന്നു. ലേയിലെ പ്രതിഷേധത്തിന് BJP കുറ്റപ്പെടുന്നത് കോൺഗ്രസിനെയാണ്. നിരവധി ഫോട്ടോകളും വീഡിയോകളും അമിത് മാളവിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നു.
ഭൂമിയിലെ തന്നെ മനോഹരമായ ഇടങ്ങളിലൊന്നാണ് ലേ ലഡാക്ക്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവിടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും. പോയവരെ വീണ്ടും വീണ്ടും വിളിക്കുന്ന ഇടം. ആ ഇടം ഇന്ന് കത്തുകയാണ്. നേപ്പാൾ അല്ലല്ലേ? വർഷങ്ങൾ പഴക്കമുള്ള വാഗ്ദാനം കേന്ദ്രം എത്രയും പെട്ടെന്ന് നടപ്പാക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. പ്രൈം 7